അനിക്കുട്ടി സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ സമുദായ സംഘടന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നുണ്ടോ എന്നാണ്. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇണങ്ങിയും ഒക്കെ മുന്നോട്ട് പോകും, പ്രശ്നാധിഷ്ഠിതമാണ്. പക്ഷേ ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ കേരളം കണ്ട സംഭവങ്ങൾ, UDFും BJPയും മുന്നോട്ട് വച്ച നിലപാടുകൾ, NSS അന്ന് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതിൽ നിന്നും മാറി കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ NSS ജനറൽ സെക്രട്ടറി സർക്കാരിനൊപ്പം പോകുന്നു എന്നുള്ളത് മാത്രമല്ല, UDF അല്ലെങ്കിൽ കോൺഗ്രസ് കള്ളക്കളി കളിക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് ഈ ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് പെട്ടെന്ന് NSSന്റെ ഈ മാറ്റം? ലക്ഷ്മി, ആദ്യം ഈ കള്ളക്കളിയെക്കുറിച്ച് തന്നെ നമുക്കൊരു മിനിറ്റ് സംസാരിക്കാം. അത് ശ്രീ സുകുമാരൻ നായരാണ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് BJPയോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ BJPയുടെ നിലപാടിനോട് യോജിക്കുന്നില്ല, കോൺഗ്രസിൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നിടത്ത് BJP, അതായത് ഇപ്പം ശ്രീ മുരളീധരൻ തന്നെ അദ്ദേഹം നേരത്തെ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, ആചാര സംരക്ഷണം സംബന്ധിച്ചൊരു നിയമം, കേന്ദ്ര നിയമം ഉണ്ടാക്കാം. അതിനവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ BJPയുടെ നിലപാടിനോട് യോജിക്കാത്തത് എന്നാണ് ശ്രീ സുകുമാരൻ നായർ പറയുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ BJP പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന ഒരൊറ്റ ക്ഷേത്രത്തിൻ്റെ കാര്യം മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ഭരണഘടനാ വ്യവസ്ഥകളിലല്ല, ഭരണഘടനയുടെ അനുസൃതമായിട്ട് വന്നൊരു വ്യവസ്ഥ, ഒരു കോടതി വിധിയാണ്. അതിന് മറികടക്കുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ കോൺഗ്രസ് കള്ളക്കളി കളിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് അവിടെയാണ് ഒരു സത്യം പറഞ്ഞാൽ NSS ജനറൽ സെക്രട്ടറി ഒരു വിശദീകരണം തരേണ്ടത്. കോൺഗ്രസ് എന്താണ് കള്ളക്കളി കളിച്ചത്? കോൺഗ്രസ് തുടക്കം മുതലേ, ആദ്യത്തെ ദിവസം ഉണ്ടാവില്ല, ചരിത്രം ഓർമ്മയുണ്ടെങ്കിൽ ഓർത്തോളൂ, ശിവസേനയാണ് ആദ്യമായിട്ട് ഈ വിധി വന്നതിന് ശേഷം സ്ത്രീ പ്രവേശനത്തിന് എതിരായിട്ട് രംഗത്ത് വരുന്നത്. പിന്നീട് പിന്നെ പന്തളം കൊട്ടാരമാണ്. അതും കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസമാണ് NSS. അത് ഒത്തിരി വൈകുന്നൊന്നും ഞാൻ പറയല്ല, 8ാമത്തെ ദിവസമാണ് മറ്റ് 17 സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് നാമജപ ഘോഷയാത്ര ചങ്ങനാശ്ശേരിയിൽ നടത്തുന്നത്. ആലോചിച്ച് നോക്കണം, ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 പിന്നെ തന്ത്രിമാർ, അതായത് തന്ത്രി കുടുംബത്തിലെ 3 പ്രധാനപ്പെട്ട ആളുകൾ പരസ്യമായ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ഒന്നായിരുന്നു അത്. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ആഗോള സംഗമത്തിലെ 2ാമത്തെ ആചാര്യർ, അല്ലെങ്കിൽ ഈ യാഗത്തിലൊക്കെ യജമാനൻ എന്ന് പറയും, ഞാൻ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചു എന്ന് പറയുന്നില്ല, സമരത്തിനെതിരായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു രാജാവും ഒരു സമുദായവും പിന്നീട് ഒരു തന്ത്രിയും കൂടെ ചേർന്നാണ് ഈ സമരം നടത്തുന്നതെന്ന്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വേണ്ടി വന്നാൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനൊപ്പമാണ്, വേണ്ടി വന്നാൽ ഞങ്ങളൊരു ബദൽ സമരം നടത്തുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞതാ. അതൊക്കെ നമ്മുടെ ആർക്കൈവ്സിലുണ്ട്, എല്ലാവർക്കും കേൾക്കാവുന്നതും വായിക്കാവുന്നതാണ്. എന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹം NSSനേക്കാൾ മുമ്പേ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വരുന്നത്. ലക്ഷ്മി, ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ എടുത്തിട്ട് ഞാൻ ഈ കാര്യം പറയാം. ഞാൻ ഈ ചോദ്യത്തിലുള്ള മറുപടി അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വരാമെന്ന് തോന്നുന്നു. ആദ്യമേ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഈ വിധി വന്നതിൻ്റെ 2ാമത്തെ ദിവസം, അതായത് അവിടെ ദർശനത്തിൽ വരുന്ന സ്ത്രീകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശം എല്ലാ വകുപ്പുകൾക്കും നൽകി. ഉന്നതതല സമ്മേളനം വിളിച്ചു. എന്നിട്ട് ആളുകളെ കയറ്റാനാണ് ശ്രമിച്ചത്. അവസാനം നമുക്കറിയാമല്ലോ, ഈ ബിന്ദു അമ്മിണി, അതുപോലെ തന്നെ കനകദുർഗ, അവരെയൊക്കെ പോലീസിൻ്റെ ഹെൽമെറ്റൊക്കെ ധരിപ്പിച്ച് ഏതാണ്ട് 700 മീറ്റർ അകലെ വരെ എത്തിച്ചു. സന്നിധാനത്തിൻ്റെ 700 മീറ്റർ അകലെ വരെ എത്തിച്ചു. അന്ന് തന്ത്രി ഒരു നിലപാടെടുത്തു, ഇനി മുകളിലേക്ക് വന്നാൽ ഞാൻ ഈ നടയടച്ചിട്ട് ഞാൻ എൻ്റെ ജോലി നോക്കിപ്പോകുമെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. അങ്ങനെയാണ് പിന്നെ അവസാനം എന്തൊക്കെ സംഭവിച്ചു. ഈ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹം കൂടെ ചേർന്ന് കേരളത്തിലൊരു പുതിയ നവോത്ഥാന നായകനായിട്ട് പിണറായി വിജയനെ അവതരിപ്പിക്കുകയായിരുന്നു ഈ സമരത്തിൻ്റെ മുഴുവൻ ഉദ്ദേശം. നമ്മളത് മനസ്സിലാക്കണം. ഇതിൻ്റെ മുഴുവൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പുതിയ നവോത്ഥാന നായകനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു നവോത്ഥാന സമിതി ഉണ്ടായി. എന്നിട്ട് സ്ത്രീകളുടെ മതിൽ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ലക്ഷ്മി? നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? എവിടെയാണ് മാറ്റം വന്നിരിക്കുന്നത്? ഇപ്പോൾ NSS നിലപാട് മാറ്റി. SNDPയുടെ നിലപാട് ഇവിടെ പ്രസക്തമാണ്, ഞാൻ പറഞ്ഞല്ലോ. NSS നിലപാട് മാറ്റി. എവിടെയാണ് ഇപ്പോൾ ഈ സ്ഥിതി നിൽക്കുന്നത്? സുപ്രീം കോടതി വിധി ആരും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ സുപ്രീം കോടതി വിധിക്ക് അടിസ്ഥാനമായ VS അച്യുതാനന്ദൻ്റെ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റ്, അതായത് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള 10 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്കും വരുന്നതിനെ അനുകൂലിക്കുന്നതാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്ന അഫിഡാവിറ്റ് ഇപ്പോഴും നിലവിൽ നിൽക്കുക.
കേസൊക്കെ പോട്ടെ, കേസൊക്കെ നമുക്ക് പിന്നീട് പിൻവലിക്കുകയോ ചെയ്യാം. ഈ അഫിഡാവിറ്റ് നിൽക്കുക, ഇതാണ് സ്ഥിതി. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ, അതായത് ഈ സ്ത്രീ മതില് വനിതാ മതിൽ ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു സ്ഥിതി, അതിനേക്കാൾ വലിയ മാറ്റങ്ങളൊന്നും ഈ സംഗമം നടന്നതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ NSSന് ഇങ്ങനൊരു മനംമാറ്റം ഉണ്ടായത്? NSS